ക്രിസ്മസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും സംസ്ഥാനത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ വസ്തുക്കൾക്കുള്ള ക്ഷാമം തുടരുന്നു. മുൻവർഷങ്ങളിൽ ക്രിസ്മസിന് ഒരാഴ്ച മുൻപ് ക്രിസ്മസ് ചന്തകൾ സജീവമായിരുന്നെങ്കിലും ഇത്തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ക്രിസ്മസിന് ശേഷം മാത്രമേ സബ്സിഡി സാധനങ്ങൾ എത്തിച്ചേരൂവെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. അവശ്യ വസ്തുക്കളുടെ ക്ഷാമത്തിനെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ക്രിസ്മസ് കാലത്ത് സപ്ലൈകോയെ വലച്ചു. സബ്സിഡി സാധനങ്ങൾ ഒന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ല. ക്രിസ്മസിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൊതുവിപണിയിൽ നിന്ന് വൻ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് പൊതുജനം. കൊല്ലത്ത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഔട്ട്ലെറ്റിന് മുന്നിൽ കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചു. ഇവിടെ സപ്ലൈകോയിൽ ആകെയുള്ളത് ചെറുപയർ, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, മല്ലി എന്നിവ മാത്രമാണ്. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ സപ്ലൈകോയുടെ 9 ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങളില്ല. ക്രിസ്മസ് ചന്തകൾ തുറക്കുന്നത് സംബന്ധിച്ച് താലൂക്കുകളിലെ സപ്ലൈകോ ജീവനക്കാർക്ക് അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല. സാധനങ്ങളെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്ന് പത്തനംതിട്ട സപ്ലൈകോ അധികൃതർ അറിയിച്ചു. മുൻവർഷങ്ങളിൽ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പേ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സജീവമാകുമായിരുന്നു. പുതുവത്സരത്തിന് മുമ്പ് സബ്സിഡി സാധനങ്ങൾ എത്തിയേക്കും എന്ന് മാത്രമാണ് സപ്ലൈകോ അധികൃതർ അറിയിക്കുന്നത്. റിപ്പോർട്ടർ, കൊല്ലം, പത്തനംതിട്ട.